ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പം ഞാൻ കുഞ്ഞു വെടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മോള് ഓപ്പറേഷൻ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചേട്ടന് ഇപ്പോൾ കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. വെള്ളം നല്ല തിളച്ചിട്ട് നമുക്ക് ഇനി അരി കഴുകിടാം. പക്ഷെ അങ്ങോട്ട് നീ കഴിയുന്നില്ല. ഗ്ലാസ് വെച്ചെടുത്തോണ്ട് മുട്ടക്കറിക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മുട്ടക്കറി മാത്രം മുട്ട എപ്പോഴേ പൊട്ടിച്ച് തയ്യാറാക്കി വെക്കുക. തേങ്ങ ഉണ്ടാടി ഇതെല്ലാം അരിഞ്ഞു വെച്ചായിരുന്നു. കുറച്ച്. എന്താ മുട്ട ഫ്രൈ ചെയ്തിട്ടാണ് കറി ഇടുന്നത്. ഇരട്ടിയിട്ട് കറി ഇടും. എന്നോട് ആലോചിക്കുന്ന കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ആ ഫുഡ് എടുത്ത് വെച്ചിട്ട് എന്തോ ആലോചിക്കുന്നു. കൈയടാ പുട്ടിന്റെ പാത്രം ഒന്ന് കഴുകാന് എടുത്ത് മാറ്റി. മുട്ട മസാല വരട്ടി വെച്ചു. തക്കാളി ഇട്ടിട്ട് ഇടൂ. ഉള്ളി വഴന്നു വന്ന് ഇപ്പൊ തക്കാളി ഇട്ടു കേട്ടോ. പുട്ടിന് വെച്ചിട്ടുണ്ട്. തേങ്ങ വെച്ച് മാവ് റെഡിയായി. മുട്ടക്കറി റെഡി ആവാറായി. പുട്ടിന് കേട്ടോ. കുറച്ച് തേങ്ങാപ്പാലോട് ചേർക്കുന്നുണ്ട്. മുട്ട ഇട്ടിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് മുട്ട ഇടുന്നത്. അതാ മുട്ട ഇട്ടിട്ട് തേങ്ങാപ്പാൽ വെക്കുക. നല്ല നോട്ടം. അയ്യേ ഒളിച്ചു കളിക്കുന്നു. എന്തുവാ കാണിക്കുന്നത്? സ്പെഷ്യൽ മുട്ടക്കറിയാണ്. മുട്ട ഇടുക കേട്ടോ. മുട്ടയും മസാലയും എല്ലാം പുരട്ടി വെച്ചത് സ്പെഷ്യൽ കറി. സ്പെഷ്യൽ അല്ലെന്നോട്ട് സ്പെഷ്യൽ ആണല്ലേ. നല്ലോണം കിടന്ന് വേവട്ടല്ലേ. ശരി കണ്ണോറ പല്ലി ഏരി. മണി 9:30 ഗുളി കഴിച്ചിട്ടിരിക്കുവാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് ഗുളിയുണ്ട്. കുറവുണ്ട്, പക്ഷെ ഭയങ്കര ചുമ. കുറയുമായിരിക്കും 2 ദിവസം കഴിയുമ്പോൾ അല്ലേ. അങ്ങോട്ട് പോ. കണ്ണു പറഞ്ഞു അങ്ങോട്ട് നോക്ക്. കണ്ണുറക്കത്തില്ല. ഇതൊക്കെ പറഞ്ഞോ. വാ നമുക്ക് കഴിക്കാൻ. എനിക്ക് വിശപ്പൊന്നും 10 മണിയായി. നിനക്ക് ഗുളിയില്ലേ കഴിക്കാൻ? അവര് ഗുളിയുണ്ടോ? എല്ലാവരും കഴിക്കാൻ പുട്ടെടുത്ത് വെച്ചു കേട്ടോ. വേണ്ട, മുട്ടക്കറി റെഡിയായി. കറി ഒഴി. അച്ഛന് സൈഡിൽ ഒഴിക്കാവേ, അല്ലെങ്കിൽ ആ സൈഡിൽ ഒഴിക്കും. കളഞ്ഞടി ഇച്ചിരി. അടുത്തോട്ട് വെച്ച് ഒഴിയില്ലേ. കളഞ്ഞു. മതി മതി. പിന്നെ വേണമെങ്കിൽ കറി കൊടുക്കും. ഒരുപാട് ഒഴിച്ചാൽ ഇഷ്ടമല്ല. ഇനി ഇങ്ങനെയൊക്കെ ഒഴിക്കും. നമുക്ക് നല്ല പുട്ടും ചൂട് പുട്ടും മുട്ടക്കറിയും കഴിക്കാം. സ്പെഷ്യൽ മുട്ടക്കറിയാണ് മകളുടെ. കഴിച്ചു നോക്കും. മുഖം കാണുമ്പോൾ അറിയാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അതാ ടേസ്റ്റ് ഇല്ലേ തിന്നണ്ട. കൊച്ചെന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുട്ടക്കറിയാണെന്നറിയാമോ?